ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുപോത്ത്. കോഴിക്കോട് കൂരച്ചുണ്ടിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. പെരുവണ്ണാമുഴി വനമേഖലയിൽ നിന്നാണ് കാട്ടുപോത്ത് എത്തിയത് എന്ന നിഗമനം. ഓട്ടപ്പാലത്തിറങ്ങിയ കാട്ടുപോത്ത് തിരികെ പോയി. ചാലിടത്തിറങ്ങിയ പോത്ത് ഇപ്പോഴും അവിടെ തുടരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, ഇപ്പോഴും ഈ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴും ഈ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ തന്നെയാണ്. ഭീതി പടർത്തുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് പരിസരത്തുള്ള പ്രദേശവാസികളെല്ലാം തന്നെ നമ്മളോട് പറയുന്നത്. കാരണം ഇന്നലെയോടെയാണ് രണ്ട് കാട്ടുപോത്തുകൾ ഈ കൂരാച്ചുണ്ട് മേഖലയിൽ എത്തുന്നത്. അതിലൊന്ന് തിരികെ പോയി എന്ന ഒരു കാട്ടിലേക്ക് തന്നെ തിരികെ പോയി. എന്നാൽ മറ്റൊന്ന് ഇപ്പോഴും ഈ നഗരഭാഗത്ത് പ്രധാനപ്പെട്ട ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് രാവിലെ ഏകദേശം 5 മണിയോട് കൂടിയിട്ടാണ് ഈ അങ്ങാടിയിൽ, ചാലിടം അങ്ങാടിയിൽ ഈ കാട്ടുപോത്തിനെ തുറന്ന് ഇത് സഞ്ചരിച്ച് ജനവാസ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയുണ്ട്. അതിനെ ഓടിച്ചു വിടാൻ ഫോറസ്റ്റിനോ മറ്റു ഉദ്യോഗസ്ഥർക്കോ സാധിക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഈ പ്രദേശത്തെല്ലാം ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ആരും തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കാരണം ഈ കാട്ടുപോത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നതിനാൽ വലിയൊരു ഭീതി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ മാസവും ഇതുപോലെയുള്ള സംഭവങ്ങൾ, കാട്ടുപോത്ത് കാട് വിട്ട് നാടിറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അന്നും നമുക്കറിയാം, ഇത്തരത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തി ഇവരെ കാട്ടിലേക്ക് തുരത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു മാസം മുമ്പാണ് കൂരാച്ചുണ്ട് കക്കയം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അമ്മയ്ക്കും കുഞ്ഞിനും നേരെ ഇത്തരത്തിലുള്ള കാട്ടുപോത്തുകളുടെ ആക്രമണം ഉണ്ടായത്. അതിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം എല്ലാം തന്നെയുള്ളത്. ഇത്തരം സാഹചര്യങ്ങളെ മുൻനിർത്തി വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളൊരു ആവശ്യം ഈ മേഖലയിലുള്ള ജനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് സത്യം. അത് തന്നെയാണ് പ്രദേശവാസികളിൽ ഇപ്പോഴും ഒരു പ്രതിഷേധത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതും നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ കാട്ടുപോത്തുള്ളത്. അതിനെ തുരത്താനുള്ള ശ്രമം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ജനങ്ങളും ചേർന്ന് നടത്തുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ശരി, പരിഭ്രാന്തി പരത്തി കാട്ടുപോത്ത് ഇപ്പോഴും ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സോണൽ.